നമസ്കാരം. എല്ലാവർക്കും യാഗപ്രിയ മ്യൂസിക്കിലേക്ക് സ്വാഗതം. നമ്മൾ സരളി വരിശയുടെ രണ്ടാം ഭാഗമാണ് ഇന്നിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഒന്നാം ഭാഗം നമ്മൾ നേരത്തെ 3 സ്വരങ്ങൾ പാടിയിട്ടുണ്ടായിരുന്നു. സരിഗമ വരെ പാടിയിട്ടുണ്ട്, അതായത് സാനിധപ. അപ്പോൾ നമ്മൾ ഓരോ സ്വരങ്ങൾ നമ്മളതിൽ കൂട്ടിയാണ് പാടി വന്നത്. അടുത്ത സ്വരങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും 4, 5, 6 ഈ 3 സ്വരങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പം ഈ സ്വരത്തിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ദീർഘം ആഡ് ചെയ്യുന്നുണ്ട്. മറ്റുള്ള സ്വരങ്ങൾ പോലെയുള്ള അല്ല, അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് ഒരു രീതിയാണ് ഈ സ്വരത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പം സരിഗമ പാ സനിധപ മാ. അപ്പം ഒരു ദീർഘം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ദീർഘത്തിന് ഒരു താളം നമ്മൾ ഇടേണ്ടതായിട്ടുണ്ട്. ദീർഘം എന്ന് പറയുന്നത് ഒരു അക്ഷരമായിട്ട് നമ്മൾ കൂട്ടേണ്ടതാണ്. അപ്പം അതിൻ്റെ ഒന്നാം താളം ഞാൻ പാടാം. നമ്മുടെ നേരത്തെ പാടിയിട്ടിരിക്കുന്ന സ്വരങ്ങളെല്ലാം എല്ലാ സ്റ്റുഡൻസും പാടി പഠിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ സംശയമുള്ള സ്വരങ്ങളെല്ലാം നോക്കി നന്നായിട്ട് കണ്ട് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പാടി പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അടുത്ത സ്വരം സ രി ഗ മ പ സ രി. പഴയതുപോലെ സരിഗമ പദനി സ രി ഗ മ പ ധ നീ സ സ നീ ധ പ മ സ നീ സ നീ ധ പ മ ഗ രി സ. ഇതാണ് ഒന്നാമത്തെ കാലം. ഇനി രണ്ടാമത്തെ കാലം 2 അക്ഷരം വെച്ച് വരും. സ രി ഗ മ പ സ രി ഗ മ പ ധ നീ സ സ നീ ധ പ മ സ നീ ധ പ മ ഗ രി സ. മൂന്നാം കാലം 4 അക്ഷരം വെച്ച് വരും. സരി ഗ മ പ സരി ഗ മ പ ധ നീ സ സ നീ ധ പ മ സ നീ ധ പ മ ഗ രി സ. സരി ഗ മ പ സരി ഗ മ പ ധ നീ സ സ നീ ധ പ മ സ നീ ധ പ മ ഗ രി സ. ഇത് 8 അക്ഷരം 4ാം കാലം. അതേപോലെ സരി ഗ മ പ സരി ഗ മ പ ധ നീ സ സ നീ ധ പ മ സ നീ ധ പ മ ഗ രി സ. അപ്പോൾ 1, 2, 4, 8 ഇത് തന്നെയാണ് ഇതിൻ്റെ കണക്ക്. അടുത്തത് 5ാമത്തെ സരളി വരിശ. 5ാമത്തെ സരളി വരിശയിൽ ദീർഘം ഇല്ല, നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. സരിഗമ പദ സാനിധപ മഗ. സ രി ഗ മ പ ധ സ രി ഗ മ പ
രണ്ടാം കാലം. സ രി ഗ മ പ ധ സ രി ഗ മ പ ധ നി സ നി ധ പ മ ഗ നി ധ പ മ ഗ രി സ. മൂന്നാം കാലം, 4 അക്ഷരം. സ രി ഗ മ പ ധ സ രി ഗ മ പ ധ നി സ നി ധ പ മ ഗ നി ധ പ മ ഗ രി സ. 8 അക്ഷരം പഴയതുപോലെ. സ രി ഗ മ പ ധ സ രി ഗ മ പ ധ നി സ നി ധ പ മ ഗ നി ധ പ മ ഗ രി സ. സ രി ഗ മ പ ധ സ രി ഗ മ പ ധ നി സ നി ധ പ മ ഗ നി ധ പ മ ഗ രി സ. അവസാനത്തെ 8 അക്ഷരം പാടുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ബേത്ത് കൂടുതലായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് വരുന്നതിനനുസരിച്ച് നമുക്ക് ബേത്തിന് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പ്രാക്ടീസ് പോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരും പാടി പ്രാക്ടീസ് ചെയ്യുക. സ്ലോയിൽ തന്നെ ഒന്നാം കാലം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് നമ്മൾ സരിഗമ പദനി. അതിനൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് സരിഗമ പദനിസ എടുത്തിട്ട് അവസാനത്തെ സാ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു, എന്നിട്ട് ഒരു ദീർഘം അതിൽ ആഡ് ചെയ്യുന്നു. അതേപോലെ സാനിധപ മകരി സാ എന്നുള്ള എടുത്തിട്ട് അവസാനത്തെ സാ കട്ട് ചെയ്ത് കളയുന്നു, ഋഷഭത്തിനൊരു ദീർഘം ആഡ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ അതിൻ്റെ സ്വരത്തിൻ്റെ വ്യത്യാസം. സ രി ഗ മ പ ധ നി സ രി ഗ മ പ ധ നി സ നി ധ പ മ ഗ രി സ നി ധ പ മ ഗ രി സ. ഇതാണ് അതിൻ്റെ ഒന്നാം കാലം. ഇനി രണ്ടാമത്തെ കാലം. സ രി ഗ മ പ ധ നി സ രി ഗ മ പ ധ നി സ നി ധ പ മ ഗ രി സ നി ധ പ മ ഗ രി സ. സ രി ഗ മ പ ധ നി സ രി ഗ മ പ ധ നി സ നി ധ പ മ ഗ രി സ നി ധ പ മ ഗ രി സ. സ രി ഗ മ പ ധ നി സ രി ഗ മ പ ധ നി സ നി ധ പ മ ഗ രി സ നി ധ പ മ ഗ രി സ. സ രി ഗ മ പ ധ നി സ രി ഗ മ പ ധ നി സ നി ധ പ മ ഗ രി സ നി ധ പ മ ഗ രി സ. അപ്പോൾ ഇതാണ് 4, 5, 6 എന്ന് പറയുന്ന ഭാഗം. ഇനി ഒരു ഭാഗം കൂടെ ആകുമ്പോൾ നമ്മൾ സരളീകരിച്ച പാഠം അവസാനിക്കുകയാണ്. അത് 7, 8, 9 അപ്പോൾ നമ്മൾ ഈ പദ നീ വരെ ചെയ്തത് ഓരോ അക്ഷരങ്ങൾ ആരോഹണത്തിലും കൂട്ടി ആഡ് ചെയ്ത് വന്നു. ഇനി പഠിക്കുന്ന 3 സ്വരങ്ങൾ വ്യത്യാസമുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.